ബ്രസീൽ ഫാൻസിനോടൊക്കെ പറയാനുള്ളത് ബ്രസീൽ ഫാൻസിനോട് എന്താ പറയാറ് അവര് ഭയങ്കര സങ്കടം സംഭവം നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ് അവര് ബ്രസീൽ ഫാൻസ് 24 കൊല്ലം എന്തായാലും വേൾഡ് കപ്പ് എടുത്തിട്ട് അപ്പൊ എന്താ പറയുക അവര് ഭയങ്കര ദുഃഖത്തിലാണ്. കഴിഞ്ഞ കളി കണ്ടോണ്ട് ഞങ്ങൾ സങ്കടത്തിലായി. അവർ ഞങ്ങൾ ആശ്വസിപ്പിച്ചു. ആ സങ്കടത്തിൽ മൊറോക്കോക്കെതിരെ കളി കണ്ടു. പക്ഷെ ഇപ്പൊ ഈ അർജന്റീനയുടെ കളി അവർ കണ്ടതുകൂടി അവർ വീണ്ടും ടെൻഷനായിരിക്കണേ. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് കളിയുടെ വലുത് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് വലുത്. അവർ തകരാൻ പാടില്ല ഒരിക്കലും. അവരെ മനസ്സ് തകരാൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ ഞങ്ങൾ മാനസികപരമായുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കും. ഈ ബ്രസീൽ പോർച്ചുഗൽ ഫാൻസ് എല്ലാവർക്കും നമുക്കെന്താ കളി കഴിഞ്ഞാൽ ഇവരെ ഉണ്ടാവുള്ളൂ. ബ്രസീൽ ചിലപ്പോൾ നാളെ തോർത്തോ അർജന്റീന കപ്പൊക്കെ എടുക്കോ വാറക്കാര്. നമ്മളെ ഇവിടെ വന്നപ്പോ ബ്രസീൽ ഫാൻസിന്റെ പോർച്ചുഗൽ ഫാൻസിന്റെ ഫ്ലക്സ് ഒക്കെ ഉണ്ട്. എന്താ അർജന്റീനയുടെ ഫ്ലക്സ് ഇല്ല? അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു പോർച്ചുഗലിന്റെ ഫ്ലക്സ് ഉണ്ട്, ഒരു ബ്രസീലിന്റെ ഫ്ലക്സ് ഉണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അർജന്റീന ഫ്ലക്സ് വെച്ചില്ല? അപ്പൊ ഞങ്ങൾ വിചാരിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വെറുതെ ഫ്ലക്സ് വെച്ച് അനാവശ്യമായി ആ പൈസ കളയണ്ടെന്ന് വിചാരിച്ചു ഞങ്ങള്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, 300 പേർക്ക് ഞങ്ങൾ കണ്ടുപോലെ രാവിലെ മട്ടൻ ബിരിയാണി വിതരണം ചെയ്തു. പിന്നെ ഇവരെ ഫ്ലക്സ് കൊണ്ട് ഉപകാരം ഇല്ല നമ്മൾ പറയില്ല. ഈ ഫ്ലക്സുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിനും കഴിഞ്ഞ കോപ്പ അമേരിക്കക്കും കഴിഞ്ഞ യൂറോ കപ്പിനൊക്കെ ഇവര് വെച്ചതാണ്. ഇവിടുത്തെ കോഴി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, ആട് കൃഷി ചെയ്യുന്ന ആളുണ്ട്, അവർക്ക് മേൽക്കൂര ഒരുക്കുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം കൃഷിഭവനിലെ ഓഫീസർ വരെ പറഞ്ഞതാണ്, അവർ അഭിനന്ദിച്ചതാണ്. അതായത് ഇത്രയും വലിയ ഫ്ലക്സുകൾ അതെ അപ്പൊ മേൽക്കൂര ഒരുക്കാൻ ഇപ്പൊ കോഴിക്കോടിനും മറ്റേതൊക്കെ മേൽക്കൂര ഒരുക്കാൻ ഈ ഫ്ലക്സുകൾ വളരെ ഉപകാരമാണ്. അങ്ങനെ ഒരു കാര്യം